മാന്നാറിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും ഉൾപ്പെടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ ഉൾപ്പെടെ 4 പേരെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം സ്വദേശികളാണ് അറസ്റ്റിലായത്. മാന്നാറിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും ഉൾപ്പെടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികളായവർ ഉൾപ്പെടെ 4 പേരെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം പാമ്പാടി കൂരോപ്പട സ്വദേശി വട്ടോലിക്കൽ വീട്ടിൽ രതീഷ് ചന്ദ്രൻ, കോട്ടയം വെസ്റ്റ് വേളൂർക്കരയിൽ വലിയ മുപ്പതിൽ ചിറ വീട്ടിൽ നിഖിൽ വി കെ, കോട്ടയം വെസ്റ്റ് വേളൂർക്കര കൊച്ചുചിറയിൽ വീട്ടിൽ മനു കെ ബേബി, കോട്ടയം പാമ്പാടി കൂരോപ്പട കണമല വീട്ടിൽ സഞ്ജയ് സജി എന്നിവരാണ് അറസ്റ്റിലായത്. മാന്നാർ കുരട്ടിക്കാട് മഞ്ഞിപ്പുഴ വീട്ടിൽ പ്രശാന്തിനെയാണ് പ്രതികൾ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മോചനദ്രവ്യമായി സ്വർണവും പണവും ആവശ്യപ്പെട്ട് ക്രൂരമർദ്ദനത്തിന് വിധേയനാക്കിയതെന്ന് പോലീസ് പറയുന്നു. ഏപ്രിൽ 10 രാവിലെയാണ് പ്രശാന്തിനെ ജോലി നൽകാമെന്ന് പറഞ്ഞ് മാന്നാറിൽ നിന്നും കോട്ടയത്തുള്ള ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയത്. ലോഡ്ജിൽ നിന്ന് ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. വാഹനത്തിൽ കയറ്റിയ സമയം മുതൽ പണവും സ്വർണവും ആവശ്യപ്പെട്ടുകൊണ്ട് കരിങ്കല്ലും വടിയും മറ്റും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പ്രശാന്തിന്റെ മുഖത്തും കണ്ണിനും ഗുരുതരമായി പരിക്കേൽക്കുകയും താടിയലിന് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം കുമരകത്തെ കായൽക്കരയിലും മണിപ്പുഴ ട്രാഫിക് സിഗ്നലിന് സമീപം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പ്രശാന്ത് മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. മർദ്ദനം കഠിനമായപ്പോൾ സംഘത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി മാന്നാറിലെത്തിച്ചാൽ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് അർദ്ധരാത്രിയോടെ മാന്നാറിലെ സുഹൃത്തിന്റെ വീട്ടിൽ എത്തുകയും സുഹൃത്ത് വിദേശത്തേക്ക് പോയതായി പ്രതികൾ അറിയുകയും ചെയ്തതോടെ മർദ്ദനം വീണ്ടും തുടർന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തിന്റെ മാതാവ് പ്രശാന്തിന്റെ ഫോട്ടോ മൊബൈലിൽ എടുത്ത് മറ്റൊരു സുഹൃത്തിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. ഈ വിവരം പോലീസ് കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഇതാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. ഇതിനു മുൻപ് പ്രശാന്തിനെ കാണാനില്ല എന്ന് കാട്ടി പ്രശാന്തിന്റെ പിതാവ് മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് വിവരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും പ്രശാന്തുമായി പ്രതികൾ കടന്നുപോയിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണം വ്യാപിച്ചതോടെ പോലീസ് പിന്തുടരുന്നുവെന്ന് മനസ്സിലാക്കിയ പ്രതികൾ പ്രശാന്തിനെ കോട്ടയത്ത് വഴിയിൽ ഉപേക്ഷിച്ച് കടക്കുകയായിരുന്നു. തുടർന്ന് പ്രശാന്ത് കോട്ടയം ജില്ലാ ആശുപത്രിയിലെ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം ധരിപ്പിച്ചു. പോലീസ് പ്രശാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. രതീഷ് എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരനോട് പണ്ട് താമസിച്ചതാണ്. അങ്ങനെ വിളിച്ചോണ്ട് പോയി കോട്ടയത്ത് കൊണ്ടുപോയി അവിടുന്ന് ഒരു വണ്ടി അവിടുന്ന് തന്നെ നിർത്തി. അവിടുന്ന് രാവിലെ എന്നെ വണ്ടി കയറ്റി കുമരകത്ത് കൊണ്ടുപോയിരുന്നു. അവിടെ തൊട്ട് സാധനം ചോദിച്ചു ഇടിയായിരുന്നു, ദേവദ്രവമായിരുന്നു. അവസാനം ഇവർ ചോദിക്കുന്നത് സ്വർണ്ണത്തിന്റെ കാര്യം ചോദിക്കുന്നു. എനിക്ക് സ്വർണ്ണമായിട്ടൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. പിന്നെ ഇടി തുടങ്ങി. ഒരു ദിവസം ഫുൾ ഇടിയായിരുന്നു. രാത്രി പിന്നെ തണ്ടൂർ ഇവരെ തിരിച്ചിവിടെ കൊണ്ടുവന്നു. മാന്നാർ വന്നപ്പോഴാണ് സംഭവം നാട്ടിൽ അറിയുന്നത്. അറിഞ്ഞിട്ട് തിരിച്ചെന്നെ ഇവിടെ വെച്ച് തന്നെ കല്ലിനടിച്ചായിരുന്നു. കല്ലിനടിച്ചു തിരിച്ചെന്നെ ഇവിടെ നേരെ കോട്ടയത്ത് കൊണ്ടുപോയി അവിടെ റൂമിൽ കിടത്തി. പിറ്റേന്ന് രാവിലെ അവിടെ തന്നെ വിളിക്കും സംക്രാന്തി കൊണ്ടുപോയിട്ട് പറഞ്ഞു 50,000 രൂപയാണെങ്കിൽ എന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു. പിന്നീട് മാന്നാർ പോലീസ് കോട്ടയത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 1-ാം പ്രതി രതീഷ് ചന്ദ്രനെ പിടികൂടി ചോദ്യം ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങൾ വെച്ച് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബാക്കി പ്രതികളെയും കൃത്യത്തിനുപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിലായവരിൽ 1-ാം പ്രതി രതീഷ് ചന്ദ്രൻ നാടൻ ബോംബും തോക്കും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൈവശം വെച്ചതിന് ആംസ് ആക്ട് പ്രകാരം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ്. 4-ാം പ്രതി സഞ്ജയുടെ പേരിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മറ്റ് കേസുകളും നിലവിലുണ്ട്. 2-ാം പ്രതി നിഖിലിന്റെയും 3-ാം പ്രതി മനുവിന്റെയും പേരിൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസുകൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഈ തട്ടിക്കൊണ്ടുപോയ വിഷ്ണുവിന്റെ പിതാവ് സ്റ്റേഷനിൽ മിസ്സിംഗ് പെറ്റീഷൻ കേസെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അതിലേക്ക് കോഴിക്കോട് സ്വദേശികളായ രതീഷ് ചന്ദ്രൻ, സഞ്ജയ് സജീവ്, കൂടാതെ വേളൂർ സ്വദേശികളായ നിഖിൽ, മനു കെ ബേബി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറസ്റ്റിലായ പ്രതികൾക്ക് കോട്ടയം വെസ്റ്റ്, മണർകാട് എന്നീ സ്റ്റേഷനുകൾ ഉൾപ്പെടെ പള്ളിക്കത്തോട് എന്നീ സ്റ്റേഷനുകൾ ഉൾപ്പെടെ വിവിധ കേസുകളുണ്ട്. ഇതിൽ ഒന്നാം പ്രതിയായ രതീഷ് ചന്ദ്രന് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ ആംസ് ആക്ട് കേസും, 3-ാം പ്രതിയായ മനു കെ ബേബിക്ക് കോട്ടയം വെസ്റ്റ്, മണർകാട് പോലീസ് സ്റ്റേഷനുകളിൽ അടിപിടി കേസുകളും, 4-ാം പ്രതിയായ സഞ്ജയ് സജീവിന് എറണാകുളം ജില്ലയിലെ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ മർഡർ കേസും, അതുപോലെ തന്നെ പള്ളിക്കത്തോട് സ്റ്റേഷനിൽ മോഷണ കേസും അടിപിടി കേസും ഉൾപ്പെടെ
വിവിധ കേസുകളിൽ പ്രതികളാണ് ഈ അറസ്റ്റിലായ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാറിന്റെ നിർദ്ദേശപ്രകാരം മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ D, SI അഭിരാം CS, ഗ്രേഡ് SI സുദീപ്, ASI റിയാസ്, സീനിയർ CPOമാരായ അജിത്ത്, സാജിദ്, ശ്രീകുമാർ, ഷിഹാസ്, CPOമാരായ ഹരിപ്രസാദ്, അജിത്, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CDNet ന്യൂസ് മാന്നാർ.